ചങ്ങായിമാരെ നമ്മുടെ യൂട്യൂബ് വീഡിയോൻ്റെ പാടെന്താണെന്ന് നോക്കാം നമുക്ക്. ഇതാണ് നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോസ്, ഷോർട്ട് വീഡിയോസൊക്കെ 1K ഒക്കെ ഉണ്ട്. വളരെ നന്ദിയുണ്ട്. പക്ഷേ വീഡിയോസൊക്കെ ഭയങ്കര വ്യൂസ് കുറവാട്ടോ. പോസ്റ്റ് ഞാൻ ആകെ 2 പോസ്റ്റാണ് ചെയ്തിട്ടുള്ളൂ. 2 പോസ്റ്റും കൂടെ കിടക്കുന്നുണ്ട്. നമുക്ക് 4000 വാച്ചിങ് അവേഴ്സും 1K സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിലാണ് ഒരു ഇൻകം സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നാണ് ഞാൻ കേട്ടറിവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായി എന്നറിയാൻ വേണ്ടിയിട്ട് YT സ്റ്റുഡിയോയിലേക്ക് ഒന്ന് കയറി നോക്കാം. ഈ YT സ്റ്റുഡിയോ പറഞ്ഞ പ്ലേ സ്റ്റോറിൽ കിടക്കുന്ന ഒരു ആപ്പാണ് കേട്ടോ. ആ ആപ്പിൽ കയറി കഴിഞ്ഞാൽ YT സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 7.9K വ്യൂവേഴ്സ് മൊത്തത്തിൽ കേട്ടോ. ഇതിൽ വാച്ചിങ് ടൈം ഉണ്ടല്ലേ, ഈ വാച്ചിങ് ടൈം നിൽക്കി കഴിഞ്ഞ് ഇങ്ങനെ താഴോട്ട് പോയിക്കുമ്പോൾ സ്ക്രോൾ ചെയ്ത് വരികയാണെങ്കിൽ ഇത് 3149 വ്യൂവേഴ്സ് വാച്ചിങ് ടൈമാണ് തോന്നുന്നത്. അപ്പോൾ 4000-ന് ഏകദേശം അടുത്തായി. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. സബ്സ്ക്രൈബേഴ്സ് ആകെ 44 പേരുള്ളൂ. അതെന്താണ്? ഈ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ? ഈ കാണുന്ന നമുക്കൊന്ന് സബ്സ്ക്രൈബും ചെയ്യാമല്ലോ. അപ്പോൾ ഈ കണ്ടൻറ്റ് എടുത്തു നോക്കാൻ. കണ്ടൻറ്റ് ഇതെന്ത് തേങ്ങയ്ക്ക് മനസ്സിലായില്ല. ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓഡിയൻസ് മൊബൈലിൽ 98% ആൾക്കാർ, കമ്പ്യൂട്ടറിൽ കുറച്ച് ടി വിയിലും കണ്ടിട്ടുണ്ടല്ലേ. ഭാഗ്യവാൻ, ടി വിയിൽ വരെ എൻ്റെ കണ്ടോ എന്നാ തോന്നുന്നത്. ഏജ് 13 മുതൽ 17 വയസ്സുള്ള ആൾക്കാർ ഒന്നും കണ്ടില്ല. 18 മുതൽ 24 വയസ്സുള്ള ആൾക്കാർ കുറച്ച് 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ 1% കണ്ടിട്ടുള്ളൂ. വളരെ കുറവാട്ടോ അത്. മെയിൽ 74 ഫീമെയിൽ 25. സ്ത്രീകൾ എന്തുകൊണ്ടാണ് നമ്മുടെ വീഡിയോ കാണാത്തത് എന്നൊരു പരാതി പ്രത്യേകം പരിഗണിക്കണം. ജോഗ്രഫി എന്താ? ജോഗ്രഫി നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ 61 പോയിൻറ്റും, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE 2 പോയിൻറ്റും, സൗദി അറേബ്യ 1 പോയിൻറ്റ്. സൗദി അറേബ്യയിലും UAE ചിലപ്പോൾ എൻ്റെ കുടുംബക്കാരെന്നാവും കണ്ടിട്ടുണ്ടാവുക എന്ന് വിചാരിക്കണം എൻ്റെ വീഡിയോസ്. ഇനി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും മതിയാവും ബാക്കിയുള്ളവരും. മലയാളം, ഹിന്ദി, ഇതെന്ത് സാധനമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതൊക്കെ എന്തൊക്കെയോ ആണ് കേട്ടോ. ഈ തേങ്ങകളൊന്നും എനിക്ക് മനസ്സിലായില്ല. നമുക്ക് ഓവർവ്യൂവിൽ പോവാം. ഓവർവ്യൂവിൽ നേരത്തെ എടുത്തതിനല്ലോ ഓവർവ്യൂ. ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഇനി ഇതിലൊന്നുമില്ല. നമുക്കിങ്ങനെ കുറേ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതേമാതിരി കയറി നോക്കാം എന്തൊക്കെയാണ് പാടെന്ന് അറിയാലോ. എന്തൊക്കെയാണ് എൻ്റെ വീഡിയോൻ്റെ പാട്. ഈ ഡാഷ് ബോർഡിൽ തന്നെ കയറുമ്പോൾ ഏകദേശം മനസ്സിലാവും നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റുമോ ഇല്ലേന്ന്. എന്നെക്കൊണ്ട് പറ്റും എന്ന് വിചാരിച്ച്, നമ്മളെക്കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ മുന്നോട്ട് പോവാണ്. കൂടെ ഉണ്ടാവണേ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വിശേഷങ്ങൾ. ഇനി അങ്ങോട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ.